ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റിയായ ഒരു പുഡിങ്ങുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ പുഡിങ് ഞാൻ ബിസ്ക്കറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒരു പുഡിങ് തന്നെയാണിത്. കാരണം നല്ല ടേസ്റ്റിയാണ്. ഇതിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമായിട്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു 10-25 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണിത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ബോർബോൺ എന്ന ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇത്രയും ബിസ്ക്കറ്റ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കുതിരാനായിട്ട് ഒരു ബൗളിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിൽ 1 കപ്പോളം ചോക്ലേറ്റ് മെൽറ്റാക്കി ഗനാഷ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇനി 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് മധുരത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മെൽറ്റാക്കിയ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കണം. ഈ ചൈന ഗ്രാസും പാലും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് മെൽറ്റാവാത്ത ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്തുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പാലും ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഇത് ഓരോന്നായിട്ട് അടിയിൽ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 സ്പൂൺ ഗനാഷാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമതൊന്നുകൂടി നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ബാക്കിയുള്ള പാലും ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് സെറ്റായിട്ട് വരും. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ബാക്കി വന്ന ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ചോക്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചത് കൊണ്ടാണ് ഇതിന് മുകളിൽ തന്നെ കിടക്കുന്നത്, അല്ലെങ്കിൽ താഴ്ന്നു പോകും. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഡെക്കറേഷൻ ചെയ്തെടുത്താൽ മതി.
ഇതിന് മുകളിൽ കട്ട് ചെയ്ത് വറുത്തെടുത്ത കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റും ബിസ്ക്കറ്റും രണ്ടും കൂടി അടങ്ങിയ പുഡിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴത്ത് വെച്ചാൽ മതി. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തതാണിത്. നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായോ ട്രയാങ്കിൾ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ ബൗളിലാക്കി സെർവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. താങ്ക്